ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹമുണ്ട്. വലിയ നോമ്പിന്റെ 16-ാം ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില അച്ചടക്കങ്ങൾ നമ്മെ ശീലിപ്പിക്കുന്നതിനുള്ള നാളുകളാണ് നോമ്പിന്റെ ഈ ദിനങ്ങൾ. വ്യക്തമായ ഒരു ദർശനത്തിന് വേണ്ടി പലതിനോടും വിശുദ്ധമായ ഒരു അകലം പാലിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദിനങ്ങളാണ്. നമ്മുടെ ശരീരത്തോട്, ചില ബന്ധങ്ങളോട്, തഴക്കം വന്ന ചില ദോഷങ്ങളോട്, മനസ്സിന്റെ ചില ആഗ്രഹങ്ങളോട്, അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്ന പുണ്യ ദിനങ്ങളാണ് നോമ്പിന്റെ ഈ നാളുകൾ. എന്നാൽ ഈ ലോകത്തിലെ നഷ്ടങ്ങളെല്ലാം ദൈവസന്നിധിയിലെ സമ്പാദ്യങ്ങളാണെന്നുള്ള തിരിച്ചറിവും ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കും. വാക്കുകളിൽ വിശുദ്ധി പാലിക്കുവാൻ ഈ ദിനം ദൈവം നമ്മോട് ആവശ്യപ്പെടും. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ എന്ന് യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നു. നമ്മുടെ വാക്കുകൾ ഒരിക്കലും വാളുകളായി മാറരുത്. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്നും ഒരിക്കലും പുറപ്പെടരുത്. എറിയപ്പെട്ട കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണും. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നാവ് ഒരു തീതൻ. അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കും നമ്മെ ന്യായം വിധിക്കുന്നതാണ്. നമ്മുടെ നാവിന്മേൽ എപ്പോഴും അനുഗ്രഹം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ശപിക്കുന്നതിനായി നമ്മുടെ നാവിനെ ഒരിക്കലും ഉപയോഗിക്കരുത്. ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെയും വ്യാജം പറയാതെ നമ്മുടെ അതിരത്തെയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്കിടയാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഓരോ വാക്കുകളും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കാൻ നമുക്കിടയാണ്. നമ്മുടെ വാക്കുകൾ ബലഹീനർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. ഉൾക്കരുത്തില്ലാത്തവർക്ക് ശക്തി പ്രാപിക്കുവാൻ കഴിയുന്നതായിരിക്കണം. ദൈവമേ, നീ പരിശുദ്ധൻ 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 എന്ന് ഉച്ചരിക്കുന്ന നമ്മുടെ നാവിനാൽ അരുതാത്തതൊന്നും ഉരുവിടുവാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും നമ്മുടെ നാവിനെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.